ഒരു സ്കൂളിൽ അധ്യാപകരൊന്നും ചാർജ് എടുക്കാൻ താൽപ്പര്യം കാണിച്ചിരുന്നില്ല. കാരണം അവിടെയുള്ള വിദ്യാർത്ഥികളെല്ലാം മഹാവികൃതികളും അനുസരണമില്ലാത്തവരുമായിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു അധ്യാപകൻ അവിടെ ചാർജ് എടുക്കാമെന്നേറ്റു. അധ്യാപകൻ ക്ലാസ്സിൽ കയറുമ്പോൾ തന്നെ കുട്ടികൾ ബെഞ്ചിന്റെ മുകളിൽ കയറി നിൽക്കുകയായിരുന്നു. അധ്യാപകൻ ഒരുവിധം കുട്ടികളെ ക്ലാസ്സിൽ പിടിച്ചിരുത്തി. ഇനി ക്ലാസ്സിൽ അക്രമം കാട്ടുന്ന കുട്ടികളെ ക്ലാസിന്റെ മുന്നിൽ കൊണ്ടുവന്ന് 10 അടി വീതം അടിക്കുമെന്ന് പറഞ്ഞു. കുട്ടികളെല്ലാം നിശബ്ദരായി. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ടു പോയി. ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് അധ്യാപകന്റെ അടുത്തേക്ക് വന്ന് തന്റെ ആഹാരപാത്രം കാണാനില്ലെന്ന് പറഞ്ഞു. അധ്യാപകൻ എല്ലാ കുട്ടികളുടെയും ബാഗ് പരിശോധിക്കാൻ തുടങ്ങി. ഒരു ഉണങ്ങി ശോഷിച്ച കുട്ടി പരിഭ്രാന്തനായി ഇരിക്കുകയായിരുന്നു. അവന്റെ ബാഗ് പരിശോധിച്ചപ്പോൾ കാണാതെ പോയ ആഹാരപാത്രം അധ്യാപകൻ കണ്ടെത്തി. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ, സർ, ഒരുപാട് ദിവസമായി ഞാൻ ആഹാരം കഴിച്ചിട്ട് അമ്മയ്ക്ക് സുഖമില്ല. ഇത് കേട്ടപ്പോൾ അധ്യാപകന് സങ്കടമായി. എങ്കിലും താൻ പറഞ്ഞ പോലെ 10 അടി കൊടുക്കുവാൻ തീരുമാനിച്ചു. ഉന്തി നിൽക്കുന്ന അവന്റെ എല്ലുകൾ, ഒരടി പോലും ഏൽക്കാൻ അവന് ത്രാണിയില്ലാത്ത ശരീരം, ഇതെല്ലാം കണ്ടപ്പോൾ മറ്റു കുട്ടികളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അധ്യാപകൻ കമ്പെടുത്ത് അടിക്കാൻ ഓങ്ങിയപ്പോൾ ആരുടെ ആഹാരമാണോ മോഷണം പോയത് ആ കുട്ടി മുന്നിലേക്ക് വന്നു. സർ, ആ 10 അടിയും എന്നെ അടിച്ചോളൂ എന്ന് പറഞ്ഞു. പ്രിയരെ, 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പാപങ്ങൾക്ക് വിലയായി തന്റെ ജീവൻ ബലി കൊടുത്ത യേശുവിന്റെ സ്നേഹം നാം മറന്നുപോകരുത്. നമുക്ക് വേണ്ടി അവൻ സഹിച്ച പങ്കപ്പാടുകൾ എന്നും ഓർക്കാം. യോഹന്നാൻ 15:13 ഇപ്രകാരം പറയുന്നു: സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല.